അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കാണെന്ന് പോകുന്നത്. എന്നല്ല, ഇത് ആക്ച്വലി കഴിഞ്ഞ ഡിസംബറിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നേരെ ഗ്ലോബൽ വില്ലേജിലെത്തി. അവിടെ നിന്നുള്ള വ്യൂസും വിഷ്വൽസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫാമിലീൻ്റെ ഹോൾ ഫാമിലീൻ്റെ കൂടെയാണ്. ബ്രദറില്ല, സിസ്റ്ററും ഫാമിലിയും, അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും എൻ്റെ ഹസ്ബൻഡ്, നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആസ് യു ഗൈസ് ക്യാൻ സീ, നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആളായിരുന്നു. ബിക്കോസ് ആൾക്ക് നമ്മൾ ഫാമിലി ഒന്നായിട്ട് ഒരുമിച്ച് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. അല്ലാണ്ട് ഗ്ലോബൽ വില്ലേജ് എന്ത്, നമ്മൾ പോകുന്ന സ്ഥലം എന്ത്, അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പം ഫസ്റ്റിൽ തന്നെ നമ്മൾ ഹാപ്പിനെസ് ഗേറ്റിലൂടെ കയറിയപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ 7-Upൻ്റെ മിറിൻഡ, മൗണ്ടൻ ഡ്യൂ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ക്യാപ്പിന് യെല്ലോ കളറുള്ള ക്യാപ്പാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എടുക്കും ടിക്കറ്റിന് പകരമായിട്ട്. ദാറ്റ് ഈസ് ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്ക് 15 റുപ്പീസ് ഓർ 20 റുപ്പീസ് നമുക്ക് ലാഭിക്കാം ടിക്കറ്റിൻ്റെ പ്രൈസ്. അങ്ങനെ നമ്മളെല്ലാവർക്കും ക്യാപ്പ് കൊടുത്ത് 7-Upൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ വിചാരിച്ച പോലെയല്ലായിരുന്നു. മൊത്തത്തിൽ അതൊരു കംപ്ലീറ്റ്ലി ഒരു അനദർ വേൾഡ് തന്നെ പറയാം. അത്രക്കും കാണാൻ മാത്രം ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളുടെ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ കയറിയ പാടെ തന്നെ ഫസ്റ്റ്ലി നമ്മൾ ഇന്ത്യയിൽ കയറിയിട്ട് ഇന്ത്യയിൽ കുറേ ടൈം വേസ്റ്റ് ചെയ്തു. ബിക്കോസ് നമ്മളെ സ്ഥലം തന്നെ നമ്മൾ കണ്ട് കുറേ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതും അവിടെ കുറേ സൂക്ക് കാര്യങ്ങളായിരുന്നു. ദാറ്റ് ഈസ് കുറേ ഷോപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് അവിടെ ജ്വല്ലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വാലറ്റ്, ഇയറിങ്സ് ഞാനും ഹേസി എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലി 2 dirhams ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. അത് ആ ഒരു റിങ് ചൂസ് ചെയ്യാൻ വരെ നമ്മൾ കുറേ ടൈം എടുത്തിട്ടാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് അത്രയും കൺഫ്യൂസ്ഡ് ആയിരുന്നു കളക്ഷൻ കൊണ്ടിട്ട്. അങ്ങനെ അതിൽ നിന്ന് കുറേ ടൈമൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ എത്തിയ ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ 7 o'clock ആയിരുന്നു. ആ ടൈം എന്ന് പറയുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്രൗഡഡ് ആണെന്നുള്ളത്. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഈജിപ്ത് ആയിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് പ്രോപ്പർ ഓർമ്മയില്ല, ഈജിപ്ത് ആണോ ഇറാൻ ആണോ എന്നുള്ള ഡൗട്ടായിരുന്നു. ബിക്കോസ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ബോർഡ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ ഗൗൺ കളക്ഷനൊക്കെ ഭയങ്കര അടിപൊളി കേട്ടോ. ലൈക്ക് നമുക്ക് മറ്റേ അറേബ്യൻ നൈറ്റ് അങ്ങനത്തെ ബ്രൈഡ് അങ്ങനെ പരിപാടിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഗൗൺസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ, നമ്മൾ ഇത്ര പ്രൈസ് ഡീറ്റെയിൽസും അങ്ങനെ ഒന്നും നോക്കാൻ നിന്നില്ല. കാരണം ഇവിടെയൊക്കെ നോക്കാൻ നിന്നുണ്ടെങ്കിൽ അത് തീരൂലെന്ന് തോന്നി. അത്രക്കും ഷോപ്പും കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കാണാൻ തുടങ്ങിയത് മൊത്തം ആർട്ടിഫാക്ട്സ്, അതുപോലെ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആയിട്ടുള്ള കുറേ നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു. കപ്പ്, മഗ് സെറ്റ് അങ്ങനെയുള്ള, പിന്നെ കെറ്റിലൊക്കെ നല്ല ഹാൻഡ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിട്ടി സെറ്റ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലോങ് ആണെന്ന് കരുതി. എന്നിട്ട് തന്നെ ഞാൻ ഇവിടെ കുറേ ടൈം ഇവിടെ തന്നെ ടൈം എടുത്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി സ്ഥലത്ത് കയറുമ്പോഴും അവിടെയൊക്കെ ഒരു സ്റ്റേജ് പവലിയൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഓരോ ടൈമിങ്ങിലാണ് ഉണ്ടാവുക. നമുക്ക് ഈജിപ്തിൽ കയറിയപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഇത് വാച്ച് ചെയ്യാൻ പറ്റി. മറ്റുള്ളതിലൊന്നും നമ്മൾ ഓരോ ടൈമിൽ കിട്ടിയിട്ടില്ല. കറക്റ്റ് പ്രോപ്പർ ടൈം അല്ലാത്തതുകൊണ്ട് എല്ലാ പരിപാടികളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് കയറിയതിലൊക്കെ നമ്മൾ കുറേ ടൈം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ലാസ്റ്റിലേക്കൊന്നും എത്തിയപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഏത് അമേരിക്ക, സൗത്ത് കൊറിയ ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫോൺ തന്നെ ഡെഡായി. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരം ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കണ്ടു. ദാറ്റ് ഈസ് നമ്മളെ ഫറോൻ്റെ ഡമ്മിയാണ് തോന്നുന്നു, ബോഡിയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടോംപ് ഉണ്ടാവില്ല, ടോംപാണെന്ന് തോന്നുന്നു അവരതിന് പറയുക. അതും ഉണ്ടാക്കി വെച്ചതായിരിക്കാം മേ ബി. അതെന്തായാലും ഒറിജിനൽ ഇവിടെ വെക്കാൻ പോകുന്നില്ലല്ലോ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഹേസ ലൈക്ക് ഭയങ്കര വണ്ടർ അടിച്ച് അവിടെ തന്നെ കുറച്ച് നേരം സ്റ്റക്കായി നിന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും റെസ്റ്റ് എടുക്കാമെന്നുള്ള ഒരു ഫുഡ് ബ്രേക്ക് എടുക്കാമെന്നുള്ള മൂഡിലായിട്ടുണ്ടായിരുന്നു, ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്.
ഈ കാണുന്ന ഗാർഡൻ്റെ ബാക്കിൽ കണ്ട തൊട്ടായിട്ട് തന്നെ സ്ഥലങ്ങളുണ്ട്. ഇറാഖ്, ജോർദാൻ, അങ്ങനെ എല്ലാ പ്ലേസസും ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു തീരാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കായി. പിന്നെ നമുക്ക് ഫുൾ ടെൻഷനായി. ഇനിയിപ്പോൾ ടൈമിൻ്റെ 12 മണീൻ്റെ ഉള്ളിൽ എല്ലാം, പിന്നെ ഷോപ്സ് എല്ലാം അടയ്ക്കല്ലോ, അപ്പം അതിനുള്ളിൽ എല്ലാം കവർ ചെയ്ത് തീരോ എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കുമ്പോഴും ഞാനിവിടുന്ന് തിരക്ക് കൂട്ടായിരുന്നു. മതി, നമുക്ക് പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പണി കഴിച്ചിട്ട് പെട്ടെന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാന്നുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും യാത്രയായി. പിന്നെ നമ്മൾ ബഹ്റൈൻ കണ്ടു. അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഇത് നോർമൽ ഫുൾ, അതിലൊക്കെ ഫുൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ കയറിയതായിരുന്നു യമനിൽ. ഫസ്റ്റത്തെ സ്റ്റാൾ തന്നെ ഫുൾ സ്പൈസസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉമ്മയും സിസ്റ്ററും അവിടെ സ്റ്റക്കായി. ബിരിയാണി മസാലേൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം റേറ്റ് എത്ര ആയാലും കുഴപ്പമില്ല, ഇറ്റ് വിൽ വർത്ത് ഇറ്റ് എന്ന മൈൻഡ് സെറ്റായി എൻ്റെ ഉമ്മയും താത്തി. അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്ത്, പിന്നെയും ഇവിടെ എന്തോ ഹണി ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പല ടൈപ്പ് ഓയിലുകൾ, അതെന്താണെന്ന് അറിയില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് മാർക്കറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡ് റിംഗ് ഉണ്ടെങ്കിൽ ഊരി തരാൻ പറഞ്ഞു. അപ്പോൾ ഊരി കൊടുത്തപ്പോൾ തന്നെ അവരെന്തോ ഒരു ലിക്വിഡിൽ ഇട്ടിട്ട് അതിനെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴേക്കും നല്ല ഷൈനിങ് ഉള്ള റിംഗ് ആയിട്ട് കിട്ടി. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡിൻ്റെ റിംഗ് കാണുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വന്നാലും അതിലൊരു സ്റ്റെയിൻ അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് വരല്ലോ, ലൈക്ക് ആ ഒരു ഷൈനിങ് ലോസ് ചെയ്യുമല്ലോ, അതിങ്ങോട്ട് മാറ്റി നല്ല ഷൈനിങ് ആക്കി തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ആൾക്ക് ഭയങ്കര നമ്മളെ കൺവിൻസിങ്ങിലായിരുന്നു, എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് അത് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഉമ്മൻ്റെ ക്ലാസ് ഒരു നല്ല അടിപൊളിയാക്കി കൊടുത്ത് എനിക്ക് പിന്നെ സങ്കടമായി പോയി. ഞാനാണെങ്കിൽ ഗോൾഡ് റിംഗ് ഒന്നും ഇട്ടില്ലായിരുന്നു, ഒക്കെ ഫാൻസി ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവർക്ക് മാർക്കറ്റിംഗ് കൊടുത്തെന്ന് മാത്രം. സെയിം എന്തെല്ലോ കൺസേർട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വന്ന സമയത്ത് അവിടെ ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ ഹണിയൊക്കെ ഭയങ്കര ഫ്രീ സാമ്പിളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കൊടുക്കൂട്ടോ. ഫസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ട്രൈ ചെയ്യാൻ. പിന്നെ എല്ലാ ഇതിൽ കയറുമ്പോഴും എല്ലാ പ്ലേസിലും കയറുമ്പോഴും ഈ ഹണി ഉണ്ട്, ഈ നാച്ചുറൽ ഹണി. അപ്പോൾ അവർ സാമ്പിൾ തന്നിട്ട് പിന്നെ നമുക്കത് മസ്റ്റായി. പിന്നെ എല്ലാവരും വാഷ്റൂമൊക്കെ പോകാനുള്ളൊരു ബ്രേക്ക് എടുത്ത്, അപ്പം ഞാനും ഹമാദും, എനിക്ക് ഹമാദിനെ നോക്കാനുള്ള ഡ്യൂട്ടി ആയിരുന്നു, അപ്പം ഞാനും ഹമാദും കുറച്ച് സ്നാപ്സൊക്കെ എടുത്ത് അങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് തുർക്കിയിലായിരുന്നു. തുർക്കി കയറാനും കാണാനും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് കാണാൻ ഒരു പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു പ്ലേസ് ആയിരുന്നു തുർക്കി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പ്ലേസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി, അതന്നെ ഭയങ്കര കിട്ടലല്ലേ. ഇവിടെ കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് ബോൾസ്, പിന്നെ അതുപോലെ തന്നെ ട്രേ, അങ്ങനെയുള്ള കോസ്റ്റർ സെറ്റൊക്കെ 5 dirhamsനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നില്ല, നല്ല എസ്തറ്റിക് സാധനങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഖുറാൻ കളക്ഷൻ ആണെങ്കിലും പിന്നെ ഫാൻസിലാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിനും നമ്മളെ നാട്ടിൽ തന്നെ കിട്ടുന്ന ആ സംഭവമല്ലേ, നമ്മളെ ക്ലോക്ക് ക്ലിപ്പ്, ഫ്ലവർ ക്ലോക്ക് ക്ലിപ്പ്, അതൊക്കെ ഇവിടെ 10 dirhamsനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം 10 dirhams എനിക്ക് കുറച്ച് നഷ്ടമായി തോന്നി. നാട്ടിൽ നമുക്ക് ഈസി മീഷോയിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനമുണ്ട്. എനിക്ക് ഇവരുടെ ആ ബോൾ സെറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്യൂട്ട് ആൻഡ് നല്ലൊരു എലഗൻറ്റ് കളേഴ്സിലായിരുന്നു. പക്ഷെ ഞാനത് വാങ്ങിക്കാൻ നിന്നില്ല, ബിക്കോസ് എനിക്ക് ആ ടൈമിലൊന്നും ഞാൻ കോണ്ടൈനും ചെയ്യോ ഇല്ലയോ എന്ന് പോലുള്ളത് ഷുവറല്ലായിരുന്നു. അപ്പോൾ എല്ലാം കൂടി വാങ്ങിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ വാങ്ങിച്ചു പോയിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ ഈ മിററൊക്കെ ഐ തിങ്ക് നമ്മളെ നാട്ടിലും കിട്ടും തോന്നുന്നു. നമ്മൾ ഗോവയിലൊക്കെ പോയ സമയത്ത് അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഡ്രീം ക്യാച്ചർ, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പായിട്ട് തന്നെ കുറേ അങ്ങോട്ടും തന്നെ എല്ലാ ഷോപ്പും ഏകദേശം ഇതുപോലെ സെയിം തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് കണ്ട് ബോറടിപ്പിക്കാത്തത്, കാണുമ്പോൾ ഇതെന്നെ സെയിം ആണല്ലോ എന്ന് തോന്നരുത്. ഞാനും ഫേസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മയും സിസ്റ്ററും അപ്പുറത്തെ സൈഡിൽ ഗോൾഡ് സെക്ഷനോ ഐ ഡോണ്ട് നോ, മേ ബി അത് ഗോൾഡ് അല്ലായിരുന്നു തോന്നുന്നു, ഫാൻസി ആയിരുന്നു തോന്നുന്നു, ആൻറ്റി ടാർണിഷ് ജ്വല്ലറി അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. സിൽവർ കളക്ഷനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലെ കളക്ഷൻസ് ഇഷ്ടമായിട്ട് ആൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പം നല്ല പ്രിട്ടി കളക്ഷൻസ് ആയിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെതാണെങ്കിലും മാറ്റ്, അങ്ങനെ കുറേ ഈസ്തെറ്റിക് സാധനങ്ങളുണ്ട് കേട്ടോ. അവരുടെ മെറ്റീരിയലും ക്വാളിറ്റി വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി. പിന്നെ ഈ സെക്ഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ബിക്കോസ് ഞാനിത് കുറേ ഫോറിൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാനങ്ങനെ നേരിട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സോ എസ്തെറ്റിക്.
എനിക്ക് ആ പിങ്ക് സെറ്റ് മഗ് കൊപ്പൻ സോസർ എടുക്കണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഞാനതിൻ്റെ പ്രൈസ് ചോദിച്ചപ്പോൾ ഇറ്റ് വാസ് ഡബിൾ ദ പ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് ഒരു സെക്കൻഡ് ഇതൊന്നും ഇപ്പം വേണ്ടാന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കയറിയത് പാകിസ്ഥാനിലായിരുന്നു. പാകിസ്ഥാനിൽ ബാഗിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് നമുക്ക് നമ്മുടെ SM-ലൊക്കെ കാണുന്ന പോലെ തോന്നി. ഒരു വിധത്തിൽ നോക്കുമ്പോൾ നമ്മൾ നെയ്ബേഴ്സ് ആണല്ലോ, അതുകൊണ്ടാവാം മേ ബി. പക്ഷെ അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ബാക്കോട്ടാണ്. അത്രയും പ്രീമിയം ക്വാളിറ്റി കളക്ഷനാണ് നമുക്ക് അവിടെ കിട്ടുക. പാകിസ്ഥാനി എന്ന് പറയുന്ന മെറ്റീരിയൽ തന്നെ നമുക്ക് നമ്മളെ നാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണല്ലോ. അത് ഇവിടെ നമുക്ക് നല്ല കളക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല, ഇവിടെ പാകിസ്ഥാനിൽ മോസ്റ്റ്ലി അതിൽ നമ്മൾ ഇതിൽ കയറിയപ്പോഴും കൂടുതലും ഈ ഡ്രസ് മെറ്റീരിയലിൻ്റെ ഷോറൂമാണ് ഷോപ്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ എൻ്റെ സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് നല്ലൊരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുണ്ടായിരുന്നു, മെറ്റീരിയലും എല്ലാം നൈസായിരുന്നു. പാകിസ്ഥാനിൽ പുറത്തിറങ്ങിയപ്പോഴേക്കും എയ്സക്ക് ടെറ്റിയോ ബണ്ണിയോ എന്താ എനിക്കറിയില്ല അതിന് പറയാം, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന അങ്ങോട്ട് മൊത്തം ഫുഡ് സ്ട്രീറ്റ്സ് ഒക്കെ ആണ് കേട്ടോ. ഈ ക്രിസ്മസ് ട്രീ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിത് ഷൂട്ട് ചെയ്തതും പോയതും എല്ലാം ഡിസംബറിലാണ്. ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ UAE നമ്മൾ കയറാൻ നിന്നിട്ടില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ UAE ആൾക്കാരായിട്ട് എന്തിനാണ് UAE കയറുന്നതെന്ന് വെച്ച് അതേപോലെ തന്നെ ശ്രീലങ്ക അപ്പോൾ സ്കിപ്പ് ചെയ്ത്, കാരണം ടൈം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാറ്ററി ഡെഡ് ആവുന്നതിന് മുന്നേ എനിക്കെല്ലാം കണ്ടു തീർക്കണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മാക്സിമം കുറച്ച് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നും കൂടുതൽ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ആ ഒരു തിരക്കിലായിരുന്നു. നമ്മളെല്ലാവരും കൂടെ അല്ലേ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാം കൂടി കഴിക്കായിരുന്നു ചെയ്തത്. ഇവിടെ നമ്മൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പൊറോട്ട ബർഗറൊക്കെ ട്രൈ ചെയ്ത്, ദാറ്റ് വാസ് സോ ഗുഡ്. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് സിറിയയിലായിരുന്നു. സിറിയയിലും കുറേ നല്ല എനിക്ക് പറ്റിയത് ലൈക്ക് എൻ്റെ ടേസ്റ്റ് തന്നെ ആവണം എന്നില്ല എല്ലാവർക്കും. എനിക്ക് എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാണും. സോ എൻ്റെ കണ്ണ് ഇങ്ങനെ പോയാലും ഇതിലൊക്കെ പോവുള്ളൂ. അതിൽ ഞാൻ കുറച്ച് സ്റ്റക്കാവും ചെയ്യും. ഇവിടെ നിന്നൊക്കെ ഉമ്മയും സിസ്റ്ററൊക്കെ നല്ല നൈസായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് നോക്കി പിന്നെ എൻ്റെ ഫോൺ ക്യാപ്ചർ ചെയ്ത് ഇവിടെ ഞാൻ കുറേ ടൈം നിന്നിട്ട്, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ് വാസ് സോ പ്രിറ്റി ആൻഡ് എസ്തെറ്റിക്. ഇത് മൊത്തം ആൾ വരച്ച ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നല്ല നൈസായിട്ടുണ്ട്. എനിക്കറിയില്ല ഞാൻ ആ ക്യാമറയിൽ എടുത്തത് എത്രത്തോളം ക്യാപ്ചർ ചെയ്തത് എത്രത്തോളം നിങ്ങൾക്കത് കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ആ ഒരു കാണുന്നതും നമ്മൾ ക്യാമറയിൽ എടുക്കുന്നതും എങ്ങനെ വന്നാലും ഒരു ചേഞ്ചസ് ഉണ്ടാവല്ലോ, അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ നമുക്ക് കയറി കാണാനുള്ളതാണ്. ടോപ്പിലേക്കും നിങ്ങൾക്ക് ആൾക്കാർ ക്രൗഡ് കുറഞ്ഞതും കാണാൻ സാധിക്കും, ബിക്കോസ് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇനിയിപ്പോൾ ഏത് കയറണം എന്നുള്ള കൺഫ്യൂഷനിലായി ടയേർഡായിട്ടുണ്ട്. കുറേ നേരം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നീ നേരെ കാണുന്ന ബോസ്നിയൻ ഹൗസ് ഉണ്ടല്ലോ, അവരും നമ്മൾ കബാബ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയില്ല, ഫുഡിൻ്റെ ഒന്നും എനിക്ക് കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്ന തിരക്കിൽ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് മുക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പം അത് നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് റഷ്യയിലായിരുന്നു. റഷ്യയിൽ കയറിയതിന് ശേഷമാണ് മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഭയങ്കര ലോങ് കളക്ഷൻസ് കാണുന്നത്. ആർട്ടിഫിഷ്യൽ നെയിൽസൊക്കെ 3 പീസിനൊക്കെ 10 ദിറംസോ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കുറേ അങ്ങനത്തെ നൈറ്റ് സ്യൂട്ട്സ്, പിന്നെ പിൻട്രസ്റ്റി പൈജാമാസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 3 പീസ് 100-ന് അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല പിൻട്രസ്റ്റി കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഇതിൻ്റെ അടുത്തടുത്തുള്ള കൊറിയ, തായ്ലൻഡ്, അവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കളക്ഷൻസ് കാണാൻ സാധിച്ചു. എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇവിടുന്നുള്ള ഈ സൈഡിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഈ ഒരു സെയിം കളക്ഷൻസ് ഒക്കെ തന്നെ ആയിരുന്നു. ഇവിടെ ഒന്നും പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ്സ് അങ്ങനത്തെ സാധനങ്ങളില്ല. കുറേ ടോയ്സ്, ഇങ്ങനെ ക്യൂട്ട് സ്റ്റഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളായിരുന്നു. ക്യൂട്ട് ആൻഡ് പിൻട്രസ്റ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഫുൾ നല്ല പിൻട്രസ്റ്റി, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സംഭവങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് കൊറിയ ആയിരുന്നു തോന്നുന്നു, എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മ വരുന്നില്ല. അല്ല, തായ്ലൻഡ്. യെസ്, നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു തായ്ലൻഡിലായിരുന്നു. തായ്ലൻഡിലും അടിപൊളി കുറേ ഇങ്ങനത്തെ പൈജാമാസിൻ്റെ ഷോപ്സ് കുറേ കാണാൻ സാധിച്ചു. പിന്നെ എല്ലാം ഒരേപോലെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ളും അതൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം പിന്നെ കുറേ ഇങ്ങനത്തെ ഗെയിംസും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടൈം ഓൾമോസ്റ്റ് 12 മണിക്ക് കഴിഞ്ഞ് നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ട്. പിന്നെ ഫോൺ ഡെഡ് ആവാനായി. അതിന് ശേഷം ആണ് നമ്മൾ കൊറിയ, അമേരിക്ക, പിന്നെ ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെ കണ്ടത്. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വെരി സോറി, ചാർജൊക്കെ തീർന്ന്. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഈ ഹാപ്പിനെസ് ഗേറ്റ് നമ്മൾ വന്ന
വഴിയിലൂടെ തന്നെയാണ് കേട്ടോ തിരിച്ച് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഐ ഡോണ്ട് നോ, ഞാനിങ്ങനെ ഒരു ട്രാവൽ വ്ലോഗ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് നമ്മൾ പോകുന്ന വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറിത്തിങ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നല്ലൊരു വ്ലോഗായിട്ട് വരുന്നവരേക്കും അൻറ്റിൽ ദെൻ ബൈ.